നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ആശ്വസിക്കാൻ വരട്ടെ. കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച ഒരു വാർത്ത എത്തിയിരിക്കുന്നു. പ്രവാസി കുടുംബ ബജറ്റിന് കുരുക്കിട്ടുകൊണ്ടാണ് അരിവില വർധന ഗൾഫിലും തുടരുന്നു. വിവിധ ഇനം അരിക്ക് 5% മുതൽ 20% വരെ വില വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ 9 മുതൽ കയറ്റുമതി നികുതി ഏർപ്പെടുത്തിയതും ലഭ്യത കുറവുമാണ് വില കൂടാൻ കാരണമെന്ന് ദുബായ് അവീറിലെ മൊത്ത കച്ചവടക്കാർ പറഞ്ഞു. പരിധിയിൽ കവിഞ്ഞ കീടനാശിനി അംശമുള്ള കണ്ടെയ്നറുകൾ തിരിച്ചയക്കേണ്ടി വരുന്നതും വിപണിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട പാലക്കാടൻ മട്ട അരി 20 കിലോയുടെ പാക്കറ്റിന് 38 തുടങ്ങി 40 ദിർഹം ഉണ്ടായിരുന്നത് ഇപ്പോൾ 50 തുടങ്ങി 55 ദിർഹമായി ഉയർന്നു. ഗ്രോസറിയിൽ 5 കിലോ പാക്കറ്റിനും 20 തുടങ്ങി 24 ദിർഹം വരെ ഈടാക്കുന്നു. 1 കിലോയ്ക്ക് ചിലർ 4-5 ദിർഹം ഈടാക്കുന്നുണ്ട്. അതേസമയം ജയ, കുറുവ, പൊന്നിയരിക്ക് 18 തുടങ്ങി 20 കിലോയുടെ ഒരു പാക്കറ്റിന് 10 തുടങ്ങി 15 ദിർഹം വരെ വർദ്ധിച്ചു. ഇത് കടകളിൽ എത്തുമ്പോൾ 5 കിലോയുടെ പാക്കറ്റിന് 22 തുടങ്ങി 25 ദിർഹം നൽകേണ്ടി വരുന്നു. തൊഴിലാളികളും ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരും ബംഗ്ലാദേശികളും കൂടുതലായി കഴിക്കുന്ന സോന മസൂരിക്കാണ് വൻ വിലക്കയറ്റം ഉണ്ടായത്. 30 കിലോയ്ക്കുള്ള ഒരു ചാക്ക് അരിക്ക് നേരത്തെ 75 തുടങ്ങി 80 ദിർഹം ഉണ്ടായിരുന്നത് ഇപ്പോൾ 100 തുടങ്ങി 110 ദിർഹം വരെയായി. 600-800 ദിർഹം ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് ഇത് വാങ്ങുന്നവരിൽ ഭൂരിഭാഗവും. നോൺ ബസ്മതി അരിക്കും പൊടിയരിക്കുമാണ് നികുതി ഏർപ്പെടുത്തിയതെങ്കിലും മുന്തിയ ഇനം ബസ്മതി അരിക്കും വില കൂടിയതായി മൊത്ത കച്ചവടക്കാർ പറയുന്നു. 40 കിലോ ചാക്കിന് 5 തുടങ്ങി 10 ദിർഹമാണ് കൂടിയത്. അതേസമയം ഇഡ്ലി, ദോശ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്ന പച്ചരിക്കും വില കൂടിയിട്ടുണ്ട്. UAE-യിലെ 60% പേരും ബസ്മതി ഇതര അരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം മിക്കവരുടെയും കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് രാജ്യക്കാരും ഇന്ത്യൻ അരി ആശ്രയിക്കുകയാണ്. ബിരിയാണി, നെയ്ച്ചോറ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ജീരകശാല, വയനാടൻ ഖൈമ തുടങ്ങിയ അരി 5 കിലോ പാക്കറ്റിന് മേൽ 8 തുടങ്ങി 15 ദിർഹം വരെ കൂട്ടി. ഇതേസമയം ചില വൻകിട ഗ്രൂപ്പുകൾ നിലവിലെ സ്റ്റോക്ക് അല്പം വില കുറച്ചു വിൽക്കുന്നുമുണ്ട്. പുതിയ സ്റ്റോക്ക് എത്തുന്ന മുറയ്ക്ക് വിലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. വിപണിയിലെ മത്സരം മൂലമുണ്ടായിരുന്ന ആദായ വിൽപ്പന എടുത്തുകളഞ്ഞതും സാധാരണക്കാരെ സംബന്ധിച്ച് വിലക്കയറ്റം. ഇന്ധനവില വർധന മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇടയാക്കി. രാവിലെ ദോശ, ഇഡ്ലി, ഉച്ചയ്ക്കും രാത്രിയും കുത്തരിച്ചോറ്, മീൻകറി, തോരൻ, പപ്പടം തുടങ്ങി മലയാളികളുടെ ഭക്ഷണ രീതിയിൽ നിന്ന് മാറി രാവിലെ സാലഡും ഉച്ചയ്ക്ക് രാത്രിയും ചപ്പാത്തിയും മീൻകറിയുമായി ചുരുക്കുകയാണ്. 3 നേരം വയ്ക്കുന്ന ശീലം മാറ്റി 1 നേരം വച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില മൂലം ആഴ്ചതോറുമുള്ള ഷോപ്പിംഗ് നേരത്തെ തന്നെ 2-3 ആഴ്ച ഇടവിട്ടാക്കിയിരുന്നു. ഇനി മാസത്തിൽ ഒന്നാക്കി ചുരുക്കേണ്ടി വരും എന്നും പലരും പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.